എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സോറോ അവൻ ലൂഫിയോട് ചൂടാവുകയാണ്. നീ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണേ? ഓൾറെഡി കിൻ വലിയൊരു പ്ലാൻ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരാള് അതെല്ലാം സ്പോയിൽ ചെയ്യാണോ? അത് ലൂഫി ആണെങ്കിൽ ടെൻഷനായി ഇപ്പൊ സോറോയ്ക്ക് ആ റെഡ് ബീൻ സൂപ്പ് കാണിച്ചു കൊടുക്കും. നീ ഇത് കാണുന്നില്ലേ? ഈ റെഡ് ബീൻ സൂപ്പ് അത് ഇവര് കൺമുമ്പിൽ വെച്ച് വേസ്റ്റ് ആക്കി. ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് കുടിക്കാറുള്ളൂ. ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന സമയം ഇവരിവിടെ ഇത് വേസ്റ്റ് ആക്കുകയാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ സോറോയുടെ ആറ്റിറ്റ്യൂഡ് അതും ചേഞ്ചായി. അവർ രണ്ടുപേരും ഇപ്പൊ അവനെ നോക്കി ടെററായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്താല് ക്വീൻ ആണെങ്കിൽ ആ തകർന്നു കിടക്കുന്ന സ്ഥലം അത് ശ്രദ്ധിക്കും. അവിടെ എന്തോ ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവും. ഇവിടെ യൂസ്റ്റസ് കിഡ് അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ മുൻപോട്ടേക്ക് ഓടുകയാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ അതിപ്പോ ലൂഫിയുടെ നേർക്കാണ്. ഈ ഗ്യാപ്പിൽ അവനെ കൊണ്ട് കൈഡോയെ കൊല്ലാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ്. ഇവിടെ സോറോയും ലൂഫിയും അവർ രണ്ടുപേരും ആദ്യം ഒന്ന് പരസ്പരം നോക്കും, അതിനുശേഷം ചുറ്റും നോക്കും. എല്ലാവരും അവരെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. നീ അവിടെ നിന്ന അത് വലിയ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ അവരെ പിടിക്കാനായിട്ട് അവരുടെ പിന്നാലെ ഓടും. പക്ഷെ അവരാരാണെന്നോ എന്താണെന്നോ അവിടെയുള്ളവരാരും തന്നെ തിരിച്ചറിയില്ല. അതേസമയം അപ്പോ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തിരിച്ചറിയും, അത് സോറോയും ലൂഫിയോ ആണെന്ന്. ആ മണ്ടൻ അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അത് ക്വീനോട് പറയാതെ പാട്ടിന്റെ രൂപത്തിൽ അവനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ക്വീൻ ആണെങ്കിൽ അവനും തിരികെ പാട്ടിന്റെ രൂപത്തിൽ കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഇപ്പൊ ഹപ്പുവിന്റെ ആ പാട്ട് അത് ശ്രദ്ധിക്കുകയാണ്. ആക്ച്വലി ഹപ്പു ആണ് കൈഡോയുടെ മുൻപിലേക്ക് യൂസ്റ്റസ് കിഡിനെയും കില്ലറിന്റെയും അവന്റെ ആൾക്കാരെ എല്ലാവരും ഇട്ടുകൊടുത്തത്. സോ അവനെ കയ്യിൽ കിട്ടാനാണ് യൂസ്റ്റസ് കിഡ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഓക്കെ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് യൂസ്റ്റസ് കിഡ് അവൻ ടെററായി അപ്പുവെ ലക്ഷ്യമാക്കി പോകും. അതേസമയം ഇവിടെ ലൂഫിയും സോറോയും അവരാണെങ്കിൽ സോൾജിയേഴ്സിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് സോൾജിയേഴ്സ് അവർ റൗണ്ട് ചെയ്യും. അപ്പോൾ പറഞ്ഞത് കേട്ട് ഇപ്പൊ ക്വീൻ ആണെങ്കിൽ അതാരാണെന്നറിയാൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. പക്ഷെ സോൾജിയേഴ്സ് കാരണം ക്ലിയർ ആയിട്ട് നമ്മുടെ ആൾക്കാരെ കാണാൻ കഴിയില്ല. അവനാണെങ്കിൽ സൂം ചെയ്ത് നോക്കും. അപ്പോഴായിരിക്കും അതാരൊക്കെയാണെന്ന് അവൻ തിരിച്ചറിയുക. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് ഞെട്ടുകയാണ്. ഓൾറെഡി ആ വാർഡനെ കോണ്ടാക്ട് ചെയ്ത് അവൻ കാര്യങ്ങൾ തിരക്കിയതാണ്. പക്ഷെ അവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരെയും ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ അവിടേക്ക് തിരികെ പോവാതിരുന്നത്. ഓ നോ, അവൻ എന്നെ ചീറ്റ് ചെയ്തു, ഒരു കാരണവശാലും അത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് അനൗൺസ് ചെയ്യും. നമ്മുടെ പാർട്ടി അത് കൊളവാക്കാനായിട്ട് രണ്ടുപേരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതും പാർട്ടിയിലെ ഒരു പോർഷനായിട്ട് കരുതുക. നമ്മളെല്ലാവരും ചേർന്ന് ആ രണ്ടുപേരെയും എത്രയും വേഗം പിടിക്കണം. അവനെ പിടിച്ച് എൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നവർക്ക് അടിപൊളി സമ്മാനം അത് ഞാൻ തരുന്നതായിരിക്കും, ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അത് കേട്ട് ഒരുപാട് സോൾജിയേഴ്സ് ആവേശത്തോടു കൂടെ പുറത്തേക്ക് വരും. അപ്പവും ആവേശത്തോടു കൂടെ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരികെയാണ്. ക്വീൻ ആണെങ്കിൽ ഗിഫ്റ്റ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. കൈഡോയുടെ അസിസ്റ്റൻസ് ടീം, ആ കൊബിറക്കോ ടീമിനെ ഇപ്പൊ അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നിങ്ങൾ ആരാണോ അവർ രണ്ടുപേരെയും പിടിക്കുന്നത് അവരെ ആ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യും. സത്യത്തിൽ അതൊരു വലിയ പോസ്റ്റാണ്. ഇത് ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യും. അതേസമയം കൊബിറക്കോ ടീം അവരാണെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ കൈഡോയുടെ മകൻ അവിടെ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓർത്ത് കലി കയറി മുൻപോട്ടേക്ക് വരികയാണ്. കാരണം ഹപ്പുവും ഹോക്കിങ്സും യൂസ്റ്റസ് കിഡും അവർ മൂന്ന് പേരും ഡയൻസ് ആയതാണ്. അതിൽ ഹപ്പു ആണ് ഇവനെ ചതിച്ചത്. സോ ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകും. കിങ്സ് ആണെങ്കിൽ ഓൾറെഡി അവനോട് പറഞ്ഞിരുന്നു അവനെ കൊണ്ട് ഒരിക്കലും കൈഡോയെ വിട്ട് വരാനായിട്ട് കഴിയില്ല എന്ന്. ഒരു സെക്കൻഡ് യൂസ്റ്റസ് കിഡ് കൈഡോ അവനെ പിടിച്ചതും അറ്റാക്ക് ചെയ്തതും ഒരുപാട് ടോർച്ചർ ചെയ്ത് ഒരു ഭാഗത്ത് കെട്ടിയിട്ടതും അതൊക്കെ ആലോചിക്കുകയാണ്. അവൻ ആ വെറിയിൽ ഹപ്പുവിന് നേരെ കൊതിച്ചു പായും. ആണെങ്കിൽ നാനാപുറവും ഇപ്പൊ ലൂഫിയെയും സോറോയും പിടിക്കാനായിട്ട് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഹപ്പോ അവനാണെങ്കിൽ നിർത്താതെ അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടിക്കൊടുക്കും. അവന്റെ ബോഡിയിൽ തന്നെ പിയാനോ, ഫ്ലൂട്ട് എന്നിങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവൻ അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുകയാണ്. സോറോയും ലൂഫി ആണെങ്കിൽ ഈ അടി ഇടിയൊക്കെ കൊടുത്ത് അവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം അവർ ഇത്രയും സമയവും കഷ്ടപ്പെട്ട് അവരുടെ എനർജി അത് സേവ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ മെയിൻ ശത്രു അത് ഈ സോൾജിയേഴ്സ് അല്ല, മറിച്ച് കൈഡോയും ഒറോച്ചിയും ഒക്കെയാണ്. സോ അവരെ തകർക്കണമെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവശ്യമാണ്. ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് സ്ട്രെങ്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇനി ആ മെയിൻ വില്ലന്മാരെ നേരിടാനായിട്ട് കഴിയില്ല.
അതാണ് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെ ആ വില്ലൻ സോൾജിയേഴ്സിനാണെങ്കിൽ ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ആൾക്കാരെ പിടിക്കണം എന്ന് പറഞ്ഞ് അവർ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആണെങ്കിൽ പാട്ടുപാടി ഇപ്പൊ ലൂഫിക്ക് നേരെ ടേൺ ചെയ്യും. ലൂഫി ആണെങ്കിൽ അപ്പോയ്ക്ക് നേരെ ഓടി വരും. അടുത്ത നിമിഷം അവന്റെ നെഞ്ചിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയുടെ ഇമ്പാക്റ്റ് ലൂഫിയുടെ ബോഡിയിലായിരിക്കും കറക്റ്റായിട്ട് ഏൽക്കുക. ലൂഫി ആണെങ്കിൽ അടിച്ച് വീഴുന്നത് കണ്ട് സോറോ ഷോക്കാവും. സോറോ ആണെങ്കിൽ അപ്പോയി തകർക്കാനായിട്ട് ക്ലോസ് എത്തേണ്ട താമസം അവൻ അങ്ങനെ സോറോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ആഞ്ഞു വീശും. ആ ഒരു വീശലില് സോറോയുടെ ബോഡിയിൽ ഡീപ്പായിട്ട് പരുക്ക് പറ്റി ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പോയുടെ പവർ അതപ്പോഴായിരിക്കും അവർ തിരിച്ചറിയുക. യൂസ്റ്റസ് കിഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അപ്പോ. നിസ്സാരക്കാരനല്ല. അവന്റെ പവർ അത് ഇത്തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്ന് അവർ ആ നിമിഷം തിരിച്ചറിയും. പിന്നാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഇതാണ് കറക്റ്റ് സമയം, എത്രയും വേഗം അവരെ പിടിച്ചോണ്ട് വാ, അവരെ പിടിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വാ, ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാനായിട്ട് പാടില്ല എന്ന് പറയും. സോറോ ആണെങ്കിൽ ലൂഫിയെ നോക്കും. അവൻ വായിലൂടെ പുകയൊക്കെ വന്ന് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. എത്രയും വേഗം ലൂഫി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി സോറോ ആണെങ്കിൽ ഇപ്പൊ അവനെ താങ്ങിയെടുക്കും. ബാക്കിയുണ്ടായിരുന്ന സോൾജിയേഴ്സ് അവന്റെ പിന്നാലെ ഓടുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പ്രൈസ്, ആ ഒരു സ്ഥാനം അത് സ്വന്തമാക്കണം. അതിനുവേണ്ടി അവരാണെങ്കിൽ വിടാതെ സോറോയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ക്വീൻ ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റിവാർഡാണ്. സോ ഒരു കാരണവശാലും അവരെ രണ്ടുപേരെയും വിടാതെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മുൻപോട്ടേക്ക് ചാടി ഓടുമ്പോഴായിരിക്കും ഒരു പുലിയുടെ രൂപത്തിൽ എന്തോ ഒന്ന് അവിടേക്ക് ചാടി വീഴുക. ലൂഫി ആണെങ്കിൽ കണ്ണു തുറന്ന് അതിനെ കടിച്ച് കീറിക്കളയും. നമ്മുടെ ആൾക്കാർക്ക് കാര്യം പിടികിട്ടും. ഏകദേശം നമ്മുടെ ആൾക്കാർ രണ്ടുപേരും അവിടെ എത്തിയ കാര്യം അവിടെ മുഴുവൻ സ്പ്രെഡായിരിക്കുകയാണ്. സോ ഇനിയും ഈ ഒരു ഫേക്ക് വേഷത്തിൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവരെ കൊണ്ടാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഫേക്ക് വേഷത്തിൽ അറ്റാക്ക് ചെയ്യാനും കഴിയുന്നില്ല. ആ വില്ലന്മാര് അവർ നിസ്സാരക്കാരല്ല എന്നും നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. സോ ആ ഒരു ഫേക്ക് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു കയറി കളഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ എത്രയൊക്കെ ഓടിയിട്ടും യാതൊരു കാര്യമില്ല, നിങ്ങളുള്ളത് എന്റെ റേഞ്ചിലാണ്, എനിക്ക് ഈസി ആയിട്ട് നിങ്ങളെ തകർക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ കൈ ഉയർത്തി അവന്റെ ചെസ്റ്റില് ആഞ്ഞടിക്കുകയാണ്. അതൊരു ബ്ലാസ്റ്റ് പോലെ ഇപ്പൊ ലൂഫിയുടെ ബോഡിയിൽ അങ്ങനെ പ്രതിഫലിക്കും. അവൻ ആ ഒരു അറ്റാക്കിൽ അടിച്ചു വീഴും. അതിനുശേഷം അവൻ ഇങ്ങനെ ആഞ്ഞു വീശി സോറോയുടെ ബോഡിയിൽ അടുത്തായിട്ട് മറ്റൊരു വലിയ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കാര്യം വഷളാകാണെന്ന് മനസ്സിലാവും. ഇതുപോലെ ഫൈറ്റ് ചെയ്താൽ അവർക്ക് കൈഡോയായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല. ഇപ്പൊ ദൂരത്തായിട്ട് യൂസ്റ്റസ് കിഡ് അവൻ ഈ കാഴ്ച കാണും. അവൻ ഹപ്പോയെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരികയാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തി കൈ നീട്ടി അടുത്തുണ്ടായിരുന്ന മെറ്റൽസ് അതെല്ലാം തന്നെ അവന്റെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതേസമയം ഹപ്പോ ആണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ലൂഫിയെയും സോറോയെയും അങ്ങനെ മാറി മാറി അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ യൂസ്റ്റസ് കിഡ് അവൻ അബ്സോർബ് ചെയ്തെടുത്ത മെറ്റൽസ് അതെല്ലാം കൂടെ യൂസ് ചെയ്ത് ഒരു ആം തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഹപ്പോമാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഫ്രീസ് ആയി പോവും. നോ എന്ന് വിളിച്ചു കാറി ഇപ്പൊ യൂസ്റ്റസ് കിഡ് അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആവും. ക്വീനും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ലൂഫിക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ അത് കൂടി വരും. കാരണം അവരുടെ പ്ലാനുകളെല്ലാം തെറ്റി. ഇപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യം അതെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം ഈ ഒരു ഇൻഫർമേഷൻ അത് കൈഡോ അവൻ അറിയാതിരിക്കില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.